ആണ്. സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം എന്ന് പറയുന്ന ആശയം നമ്മൾ കടമെടുത്തിരിക്കുന്നത് ഫ്രാൻസിന്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് കടമെടുത്തിരിക്കുന്ന ആശയങ്ങളാണ്. ലിബർട്ടി, ഇക്വാളിറ്റി, ഫ്രട്ടേണിറ്റി എന്ന് പറയുന്ന ആശയം കടമെടുത്തിരിക്കുന്നത് ഫ്രാൻസിന്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. ഇനി റഷ്യയുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് നമ്മൾ കടമെടുത്തിരിക്കുന്ന ആശയങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ റഷ്യയിൽ നിന്ന് കടമെടുത്തിരിക്കുന്ന ആശയങ്ങൾ പഠിച്ചു വയ്ക്കാനുള്ള എളുപ്പം എന്ന് പറയുന്നത് ഒരു കോഡ് ഓർത്ത് വെച്ചിരുന്നാൽ മതി. റഷ്യ 5D ആസൂത്രണം, 5 ക്യാപിറ്റൽ ലെറ്റർ D ആസൂത്രണം എന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. അപ്പോൾ റഷ്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് എടുത്തിരിക്കുന്നത് റഷ്യ എന്ന് വെച്ച് സൂചിപ്പിക്കാം. 5 എന്ന് പറയുമ്പോൾ എന്താണ്? 5-year പ്ലാൻ, അതായത് പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്ന ആശയം നമ്മൾ കടമെടുത്തിരിക്കുന്നത് USSR അഥവാ റഷ്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. അതുപോലെ 5D എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്റർ D ആണ്, ആൽഫബറ്റിൽ D ആണ്. അപ്പോൾ D എന്ന് പറയുമ്പോൾ എന്താണ്? D എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്ന ആശയം നമ്മൾ കടമെടുത്തിരിക്കുന്നത് റഷ്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. അതുപോലെ തന്നെ ആസൂത്രണം, 5D ആസൂത്രണം എന്നാണ് പറയുന്നത്. അപ്പൊ ആസൂത്രണം എന്ന് പറയുന്നത് ആസൂത്രണ കമ്മീഷൻ എന്ന് പറയുന്ന ആശയം നമ്മൾ കടമെടുത്തിരിക്കുന്നത് റഷ്യയുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. അപ്പോൾ റഷ്യ 5D ആസൂത്രണം എന്ന് ആലോചിച്ച് വെച്ചിരുന്നാൽ നമുക്ക് റഷ്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് കടമെടുത്തിരിക്കുന്ന ആശയം മനസ്സിലാക്കാനായിട്ട് പറ്റും. ഏതൊക്കെയാണത്? ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്ന ആശയം, 5-year പ്ലാൻ അഥവാ പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്ന ആശയം, ആസൂത്രണ കമ്മീഷൻ. ഈ 3 കാര്യങ്ങൾ USSR അഥവാ റഷ്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ഇന്ത്യ കടമെടുത്തിരിക്കുന്ന ആശയങ്ങളാണ്. അതുപോലെ തന്നെ കാനഡയുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് കടമെടുത്തിരിക്കുന്ന ആശയങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കി കഴിഞ്ഞാൽ ഫെഡറൽ സിസ്റ്റം എന്ന് പറയുന്ന ആശയം, അതുപോലെ അവശിഷ്ട അധികാരം എന്ന് പറയുന്നത്, അവശിഷ്ട അധികാരം എന്ന് പറയുന്ന അധികാരം, അതുപോലെ യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ് എന്നിവയെ പറ്റി പരാമർശിക്കുന്ന കാര്യങ്ങളെല്ലാം കടമെടുത്തിരിക്കുന്നത് കാനഡയുടെ കോൺസ്റ്റിറ്റ്യൂഷനിലാണ്, അല്ലെങ്കിൽ കനേഡിയൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ് ഇത് കടമെടുത്തിരിക്കുന്നത് കാനഡയുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണെന്ന് ഓർത്തു വെച്ചിരിക്കുക. ഇനി ഓസ്ട്രേലിയൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് കടമെടുത്തിരിക്കുന്ന ആശയങ്ങൾ, ഓസ്ട്രേലിയയുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് കടമെടുത്തിരിക്കുന്ന ആശയങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അത് നമുക്കൊരു കോഡിലൂടെ ഓർത്തു വെച്ചിരിക്കാം. 1-2 ഉള്ളൂ. ഓസ്ട്രേലിയയിൽ പാർലമെന്റ് സംയുക്തമായിട്ട് സമ്മേളിച്ച സമയത്ത് കറണ്ട് പോയി എന്ന് ആലോചിച്ച് വെച്ചിരുന്നാൽ മതി. ഓസ്ട്രേലിയയിൽ പാർലമെന്റ് സംയുക്ത സമ്മേളനവുമായിട്ട് സമ്മേളിച്ചപ്പോൾ കറണ്ട് പോയി എന്നുള്ളതാണ്. അപ്പോൾ ഓസ്ട്രേലിയൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് കടമെടുത്തിരിക്കുന്ന ആശയമാണ്. അതില് പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം എന്ന് പറയുന്ന ആശയം എവിടെ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്? ഓസ്ട്രേലിയൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. അപ്പോൾ സമ്മേളിച്ചപ്പോൾ എന്ത് പോയി? കറണ്ട് പോയി. കറണ്ട് പോവുക മീൻസ് കൺകറന്റ് ലിസ്റ്റ്. അപ്പോൾ കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയുന്ന ആശയം നമ്മൾ കടമെടുത്തിരിക്കുന്നത് ഓസ്ട്രേലിയൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. എന്നാൽ യൂണിയൻ സ്റ്റേറ്റ് ലിസ്റ്റുകളെ പറ്റിയിട്ടുള്ള ഐഡിയ കടമെടുത്തിരിക്കുന്നത് കാനഡയുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണെങ്കിൽ കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയുന്ന ആശയം നമ്മൾ കടമെടുത്തിരിക്കുന്നത് ഓസ്ട്രേലിയയുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്.